വീടില്ലേ? നന്നായി. മീശ പറഞ്ഞു പോടാ. എപ്പോഴാ വന്നത്? 4-5 മണിക്കൂറായി വന്നിട്ട്. ഞാൻ ഇന്നലെ രാത്രി വന്ന് പെട്ടതാ. എവിടേക്കാ ലോഡ്? പൂനെക്ക്. അതെ, നമ്മുടെ തമിഴിന്റെ പെട്ടിക്കലയുടെ പുറകില് സാധനം വന്ന് പെട്ടത്. പുതിയതാ, 10-18 വയസ്സ് വരും. ഒരു പാവാടാ. നിനക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിയേച്ചോ. ഓ വേണ്ട, ഞാൻ പോട്ടെ. കിട്ടിയോടാ? ആ കിട്ടി. കൈക്കൂലിയുടെ നിരക്ക് കൂട്ടി. ഇപ്പൊ എല്ലാം പണ്ടത്തിന്റെ ഡബിളാ. ഇവന്റെ ഒക്കെ മക്കൾ അനുഭവിക്കും. ഓ പിന്നെ കൈക്കൂലി ഇല്ലാത്ത എവിടെയാ? എല്ലായിടത്തും. വാങ്ങിച്ചോട്ടെ, ഒരു മര്യാദ വേണ്ടേ? ഇപ്പൊ അവരൊക്കെയാ നന്നാവണേ, കള്ളന്മാരും ചതിയന്മാരും ഒക്കെ. ഇപ്പൊ അവരുടെ കാലമാ. ഗോവിന്ദാശാനെ, ആശാനെ, ഗോവിന്ദാശാനെ, ആശാനെ. പപ്പനാവനോ? നമുക്ക് സംസാരിക്കാലോ. വെട്ടുകത്തി. ഞാനിത്തിരി പണിയിലായിരുന്നു. മുറ്റത്ത് മുഴുവൻ പുല്ല. ഇരിക്കെ. രാധേ, രാധേ, ഇരിക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുറേ നാളായാലോ കണ്ടിട്ട്. എന്താ രവിയുടെ അച്ഛനാ കുടിക്കാൻ തന്നെ എടുക്ക. മധുരം വേണ്ട, എനിക്ക് പഞ്ചാരയുടെ അസുഖമുണ്ട്. അപ്പൊ അച്ഛനും മോനും ഒരേ അസുഖമാണല്ലോ. ഇല്ല, അവനില്ല. അത് അസൂയക്കാര് പറയണതാ. എനിക്കുണ്ട്. ആയ കാലത്ത് ഇഷ്ടം പോലെ മധുരം കഴിച്ചിട്ടുള്ളതാ. അതറിയാം. ഇപ്പൊ ഡയറ്റ് കൺട്രോളാ. വീട്ടിൽ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഞാൻ കഴിക്കില്ല. അത് കഴിക്കാതെ 10-12 കൊല്ലായാലോ. പിന്നെ വൈഫ് നിർബന്ധിച്ചാൽ നല്ല നാടൻ കോഴി ഫ്രൈ ചെയ്തതാണെങ്കിൽ ഒരു പീസ് കഴിക്കും. ബ്രോയിലർ പറ്റില്ല. അതുപോലെ മദ്യപാനം ഇല്ല. തലയൂരാൻ പറ്റാത്ത കമ്പനിയാണെങ്കിൽ 1 ഗ്ലാസ് ബിയറും 50 ഗ്രാം അണ്ടിപ്പരിപ്പും. പിന്നെ എന്റെ രവിയും ഗോവിന്ദന്റെ മോളും തമ്മിൽ ലവ് ആണോ? അല്ല, അത് മോനോട് ചോദിക്കുന്നതല്ലേ എളുപ്പം. അവൻ പറഞ്ഞു അവന് പല സ്ഥലത്തുനിന്നും ആലോചനകൾ വരുന്നുണ്ട്. ഇതേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സർക്കിളിന്റെ മൂത്ത മോളുടെ ഒരു ആലോചന വന്നു. എന്താ കുട്ടിക്ക് കയ്യോ കാലോ കണ്ണോ വല്ലോ ഇല്ലാന്നുണ്ടോ? കുട്ടിയൊക്കെ മിടുക്കി. സർക്കിളായാലും അയാളുടെ തറവാട് മോശ. എന്തായാലും ഭാഗ്യ ആശാന്റെ മോൾക്കാ. അവന്റെ അമ്മാവന് വേണ്ടപ്പെട്ട ബന്ധുക്കളെയും കൂട്ടി ഞാനൊരു ദിവസം വരാം. അതാ നല്ലത്. അല്ലെങ്കിൽ എന്റെ നാക്കിന് ഇത്തിരി ചൊറിച്ചിലുണ്ട്, അത് പിന്നെ പ്രശ്നമാവും. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? കാണിക്കണം. മോളെ, അവിടെ മധുരം വേണ്ട. ആയ കാലത്ത് പല ചക്കരക്കുടങ്ങളിലും കൈയിട്ട് മധുരം കഴിച്ച് മൂപ്പർക്ക് ഇപ്പൊ മധുരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയില. അല്ലേ പാപ്പനവാ? ഗ്യാസ് ഗ്യാസ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങൾ വരണ ദിവസം അറിയിക്കാം. അതിനിടയ്ക്ക് ഞാൻ വെറുതെ വരാം. നമുക്ക് വല്ല വർത്താനം പറഞ്ഞിരിക്കാലോ. സന്തോഷായി. പിന്നെ ആ ശ്രീധരൻ ഇതിൽ ഇടപെടുത്തണ്ട. സംസ്കാരം ഇല്ലാത്തവനാ. അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. മതി മതി, തീരുമാനിച്ചാ മതി. വീട്ടിൽ വരുന്നവരെ കളിയാക്കണം എന്തിനാ? അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല അയാൾക്ക്. എങ്ങനെയൊക്കെ ആയാലും രവിയേട്ടന്റെ അച്ഛനല്ലേ? ഓ, രവിയേട്ടന്റെ അച്ഛൻ നിലവിട്ട് എന്നെ കൊണ്ടൊന്ന് പറയണ്ട. എന്റെ ശ്രീധരന് സംസ്കാരമില്ല അത്ര. ചേറ്റാ നമ്മുടെ കുഞ്ഞാലിക്കവിടെ അവൻ ഉറക്കം. പൂനെയിൽ 2 ദിവസം രാവും പകലും ഉറക്കം തന്നെയായിരുന്നു. എന്നാലും വണ്ടിയെ കയറിയ തൂങ്ങും. ഒരു കാര്യങ്ങള് ശ്രീധരേട്ടാ, ഇപ്പൊ തന്നെ ആവശ്യത്തിനായല്ലോ. ലോഡും വണ്ടി കൊണ്ട് പോകണ്ടല്ലേ? ലോഡും വണ്ടി ആയാലെന്താ? ശ്രീധരനാണ് വളയം പിടിക്കണതെങ്കിൽ വണ്ടി ശ്രീധരൻ പറയുന്ന പോലെ കേൾക്കണം. കേക്കും. നീ എടുക്ക. എന്ത് പറ്റി ശ്രീധരേട്ടന്? ഇങ്ങനെ തോന്നിയോണ ഒരു കുടി ഉണ്ടായിരുന്നില്ലല്ലോ. നാരായണു, നീ ചാരായം വിൽക്കാനിരിക്കുന്നോ അതോ കുടിക്കാൻ വരുന്നവരെ മുടക്കാനിരിക്കുന്നോ? നിന്റെ മോലാളി ഒന്ന്. നിനക്ക് ഈ ഷാപ്പി ജോലി വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് കളയിക്കാനും എനിക്ക് പറ്റും. ശ്രീധരേട്ടനായതുകൊണ്ടാണ് ഞാൻ പറയണത്. അതിന് നീ എന്റെ ആരാ? നിന്റെ പെങ്ങളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ ഞാൻ. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോയി. ഇല്ലെങ്കിൽ കെട്ടിച്ചേരായിരുന്നു. അയ്യോ വേണ്ടായേ, മതിയായി.
നമ്മുടെ രവി എവിടെ? അവൻ അമ്മാന്റെ ചായക്കടയെ കാണും. അവൻ ജീവിക്കാൻ പഠിച്ചവൻ. കള്ളും ചാരായം കുടിച്ചൊന്നും കാശ് കളയും. പിന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടവരുടെ ഊസ് കിട്ടണം. നമുക്ക് എന്തോന്ന് നോക്കാൻ. എടാ നീ ദോശ ഉണ്ടാക്കുകയാണോ അതോ ചിത്രം വരയ്ക്കുക? അരിയുടെ കൊന്നാൻ അങ്ങനട്ടാ. ഔ ഔ എനിക്ക് നീ ദോശ വേണം. കാഴ്ച കാണുകയാണോ? എന്താ? എടാ കൊച്ചനെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഞാനും വന്നത്. നിനക്ക് ദോശ വേണോന്ന്? ദോശ വേണ്ട, ഇച്ചിരി ഇറച്ചിയുടെ ചാറുതാ. ഈ ചാറിങ്ങനെ മോന്തി കുടിക്കാതെ ഒരു ഇറച്ചി വാങ്ങിച്ച് തിന്നടാ. തിന്നണതിന് വിരോധമൊന്നുമില്ല, പക്ഷെ കാശ് ചോദിക്കരുത്. അതിന് നീ എന്റെ അളിയനോ അച്ഛനോ? ആര് വേണമെങ്കിലും ആകാം. അളിയനോ അച്ഛനോ മരുമോനോ. ആ രവിക്ക് ഇറച്ചിയുടെ ചാറിട്ട് കൊടുക്കണം. അച്ഛൻ കാണാണ്ട് വേഗം കഴിച്ചു. ഉറക്കം വരുന്നെന്നും പറഞ്ഞ് കിടക്കാൻ പോയ പെണ്ണ ഇതിനകത്ത് കിടന്ന് തിരുവാതിര കളിക്കുന്നു. ഞാൻ പൊക്കോളാം എന്റെ അമ്മേ. ഓരോരുത്തർ അവിടെ ഇരുന്നിട്ട് ഓന്തരെ പോലെ നീര് കുടിക്കുക. ചൂടൻ താറാമുട്ട പൊഴിക്കുന്നത് ആർക്കെങ്കിലും വേണോ? വേണോടാ രവി? വയറ് ഫുള്ളായി, വേണ്ടമ്മായി. എന്റെ പൊള്ളിച്ചു ഈ കാലം. അമ്മണി ചൂട് കുറവായിരുന്നു. ഞാനല്ല, നീയാണ് എന്നെ ഇടിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിക്രമം കാണിക്കരുത്, ആളുകൾ കാണും. തെറ്റ് വില കളയരുത്. കണ്ണിലെന്താ വെള്ളരി ഊത്തിയിരിക്കായിരുന്നു? എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ അവളെ നാഭിയാചവിട്ടി കരയ്ക്കാറ്. എന്റെ പരമായിട്ട് ഒന്നും മിണ്ടാതിരി. ഇനി അവരെ ഇന്ന് കിട്ടണോ? എന്റെ അളിയൻ എന്നെ പല പ്രാവശ്യം വന്ന് വിളിച്ചതാ. പരമോ നീ എന്റെ അടുത്തേക്ക് പോരെ, നിന്നെ ഞാൻ നോക്കിക്കോളാന്ന്. ഇവളി മോളി ആലോചിച്ചിട്ടാ ഞാൻ. അല്ലെ ഞാൻ എന്റെ പാട് നോക്കി അങ്ങോട്ടാ പോവും. അമ്മാനെ ചായ തന്നിട്ട് പോ. ചായ എടുക്കാൻ തന്നെ ഇടയിൽ പോണത്. ഞാൻ വിചാരിച്ച അളിയന്റെ അടുത്തേക്ക് ഉടനെ പോവാണെന്ന്. രവി പോണ്ടടാ. ഞാൻ റെഡി. വാ.